ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വളരെ വലിയൊരു സ്വാഗതം. അപ്പോൾ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഇന്ന് എൻ്റെ കണ്ണൂർ വീട്ടിൽ ഏറ്റവും നല്ലൊരു സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. എന്താണെന്നറിയുമോ? നമ്മുടെ ശംഭൂട്ടൻ്റെ ജനറേഷനിൽ, അതായത് അവൻ്റെ കസിൻസിൽ ഏറ്റവും മൂത്ത പെൺകുട്ടി ഋതുമതിയായിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ 4-ാം ദിവസത്തെ ചടങ്ങുകളൊക്കെയാണ് കേട്ടോ. കാർത്തിക, നമ്മുടെ കാത്തൂട്ടി, ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും എന്നെ ഇങ്ങനെ വീഡിയോ കോൾ വിളിച്ച് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കുമ്പം, നാട്ടിലൊരു ചടങ്ങ് നടക്കുമ്പോൾ നമ്മളെയും കൂടെ ഇങ്ങനെ കാണിക്കുന്നല്ലോ എന്നോർത്ത് ഞാനിങ്ങനെ ആലോചിച്ച് ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഇതായപ്പോൾ തന്നെ, അറിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമല്ലേ. അവളുടെ ലൈഫിലെ ഒരു പുതിയൊരു ഒരു മൈൽ സ്റ്റോൺ കഴിഞ്ഞിട്ട് അവൾ വേറൊരു മൈൻഡും ബോഡിയും എല്ലാം ചേഞ്ച് ആവുന്നൊരു നിമിഷമാണല്ലേ. അപ്പോൾ മോളുടെ ജീവിതത്തിൽ ഏറ്റവും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഏറ്റവും നല്ലൊരു മൊമെൻറ്റ്സിലൊന്നാവട്ടെ ഇതെന്ന് ഞാനും പ്രാർത്ഥിച്ചുകൊള്ളുന്നു. അപ്പോൾ വളരെ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു ചടങ്ങുകളൊക്കെ നടത്തിയത് കേട്ടോ. കാരണം കണ്ണൂർ അങ്ങോട്ട് ഇങ്ങനെ ഒരു ചടങ്ങുകളൊന്നും പതിവായിട്ടില്ല എന്നാണ് ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത്. പക്ഷേ എന്നാലും ഇപ്പോഴത്തെ ഒരു ജനറേഷൻ വെച്ചിട്ടും പിന്നെ എല്ലാവർക്കും ഒരു താല്പര്യമാണ്, നമ്മളെല്ലാവരും ഒന്നിച്ച് കൂടാനുള്ളൊരു അവസരം എല്ലാവരും കാത്തിരിക്കുന്ന പോലെയാണ്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. അപ്പം അങ്ങനെ ഒരു ദിവസമായപ്പോഴത്തേക്ക് എല്ലാവരും കൂടി അങ്ങനെ ഒത്തുകൂടി. എന്തായാലും ഞായറാഴ്ചയാണല്ലോ. അപ്പം കുറച്ച് സ്വീറ്റ്സൊക്കെ മേടിച്ച് അവൾക്കുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ പോയി വീട്ടിൽ നിന്ന് അമ്മയും വല്യമ്മയും വല്യേച്ചിയും സന്ധ്യേച്ചിയും സൂര്യയും അതേപോലെ അവരുടെ അച്ഛൻ്റെ സൈഡിൽ നിന്നുള്ള ആൾക്കാരും എല്ലാം കൂടെ പോയി നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ അയച്ചു തന്നത് ഞാൻ ഷെയർ ചെയ്തേ ഉള്ളൂ കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഇവിടെ ആൻഡമാനിൽ നമ്മുടെ വീട്ടിൽ ഇന്ന് ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണേ. എന്താണെന്നറിയാമോ? ഇന്നും കൂടെ ഇനി നോൺ വെജ് കഴിക്കാൻ പറ്റുള്ളൂ. നാളെ തൊട്ട് നവരാത്രിയുടെ വ്രതം തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ന് രാത്രിക്കുള്ളിൽ ഇതെല്ലാം തീർത്തിട്ട് നമുക്ക് വീട് ഫുള്ള് വൃത്തിയാക്കണം. അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മുടെ വയറ്റിൽ കിടക്കുന്നില്ല, ഇന്ന് രാത്രി കിടന്നാലും കഴിച്ചാലും എന്നൊക്കെ ചോദിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. നമുക്ക് പറ്റുന്ന പോലെ നമ്മുടെ അറിവിൽ എങ്ങനെയാണോ അതുപോലെ ചെയ്യാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ നേരത്തെ തന്നെ കുറച്ച് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ദോശയായിരുന്നു, അത് ഞാൻ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഉച്ചക്കത്തെ ചോറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മത്തങ്ങ ഓലനും അതേപോലെ സലാഡും പിന്നെ നമ്മുടെ ചിക്കൻ കറിയായിരുന്നു കേട്ടോ. നമ്മൾ ഉച്ചയൂണിൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. സിമ്പിളായിട്ടൊരു ഉച്ചയൂണ്. നമ്മുടെ ഇരുന്ന ചിക്കൻ അങ്ങ് തീർക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇന്ന് മേടിക്കാനൊന്നും നിൽക്കില്ല. അപ്പോൾ ഉച്ചയൂണൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം ശമ്പൂട്ടിൻ്റെ കൂടെ ഒക്കെ ഇരുന്ന് കളിച്ചു. ഇന്ന് നല്ല അടാറ് മഴയുള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ വീടിൻ്റെ ഒരു വാതിലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഫുള്ള് വെള്ളം വീട്ടിലേക്ക് അടിച്ചു കയറാണ്. പുറത്ത് നല്ല മഴ നടക്കുകയാണ്, പക്ഷെ നമ്മുടെ പണി നടക്കണമല്ലോ. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വന്നായിരുന്നല്ലോ, അതൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതെല്ലാം അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ പിന്നെ അതൊക്കെ അങ്ങ് ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് കേട്ടോ വിവാദമായ മുട്ട. വിവാദമല്ല, ഞാൻ പ്രതീക്ഷിക്കാതെ നവരാത്രിയാണെന്ന് ഓർക്കാതെ ഞാൻ പോയിട്ട് ഒരു ട്രേ മുട്ടയ്ക്ക് ഓർഡർ ചെയ്ത് അത് വന്ന് അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കേക്കിൻ്റെ ഓർഡർ ഉണ്ട്, അപ്പോൾ പിന്നെ അതിനുവേണ്ടി എന്തായാലും യൂസ് ആകും. പക്ഷേ കേക്കിനുള്ള മുട്ട ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, വന്നപാടെ നമ്മൾ രാവിലെ ദോശയുടെ കൂടെ 2 മുട്ടയൊക്കെ പുഴുങ്ങി ഞാൻ കഴിച്ചു കേട്ടോ. എന്തായാലും കുറച്ചെങ്കിലും തീർക്കണമല്ലോ എന്ന് കരുതിയിട്ട്. ഇനി ഇതിപ്പോൾ ഇങ്ങനെ അടച്ചു വെക്കാം. കേക്കിൻ്റെ ഓർഡർ വരുവാണെങ്കിൽ അങ്ങനെ എടുക്കാം, അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ അങ്ങ് വെച്ചേക്കാം എന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലെ വൈകിട്ട് വന്നിട്ടുള്ള പച്ചക്കറി, അതായത് ശനിയാഴ്ച വൈകിട്ട് വന്നിട്ടുള്ള പച്ചക്കറികളെല്ലാം എടുത്തൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. നമ്മൾ പാവയ്ക്ക ഭർവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ പാവയ്ക്കായിപ്പോയി, കുഞ്ഞി പാവയ്ക്ക കിട്ടിയില്ല. പിന്നെ ഈ ബീട്രൂട്ടും ക്യാരറ്റും നമ്മുടെ നേരത്തെ ഇരുന്നതാണ് കേട്ടോ. അതാണ് അതിൻ്റെ ഒരു രൂപവ്യത്യാസം ഉള്ളത്. അങ്ങനെ കുറച്ച് പച്ചക്കറി എല്ലാം മേടിച്ചു. പിന്നെ മത്തങ്ങയൊക്കെ നമ്മളിന്ന് ഉച്ചയ്ക്ക് വെച്ചുല്ലോ, അതുകൊണ്ട് അതൊക്കെ അങ്ങ് കഴിഞ്ഞു. നമുക്ക് 3 ദിവസത്തേക്കാണ് മേടിക്കുക, ഇതിൻ്റെയൊക്കെ ആവശ്യമേ ഉള്ളൂ. പിന്നെ അത്യാവശ്യം പരിപ്പും കടലയും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്, അതെല്ലാം നമ്മളിനി പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. മഴയായതുകൊണ്ട് ഉണങ്ങാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് നല്ലതായിട്ട് തുടച്ചൊക്കെ വെച്ചിട്ട് ഒരു രാത്രി മൊത്തം കാറ്റ് ഫാൻ്റെ കീഴിൽ വെച്ച് അങ്ങനെയൊക്കെ ഉണക്കിയിട്ടാണ് നമ്മളിനി സാധനങ്ങളൊക്കെ വെക്കാൻ പോകുന്നത്. അതല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ക്ലൈമറ്റിന് പെട്ടെന്ന് നമ്മൾ കടലയൊക്കെ ഒരാഴ്ചയൊക്കെ പുറത്ത് വെച്ചാൽ പെട്ടെന്ന് ചെള്ളേറി അതിങ്ങനെ അതിനകത്തൂടെ പ്രാണികളൊക്കെ ഓടി നടക്കും. അത് പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ ഒന്ന് ഉണക്കി വെക്കുക. ചിലപ്പോൾ നന്നായിട്ട് കിട്ടും, ചില ദിവസം അതൊക്കെ മോശമായി പോവും. അപ്പോൾ പിന്നെ നമ്മൾ പ്രാവിന് തിന്നാൻ വേണ്ടി കൊടുക്കും. അങ്ങനെയാണ് കൂടുതൽ സാധനങ്ങൾ ഇവിടെ പ്രാവിന് തിന്നാൻ കിട്ടുക. അപ്പോൾ അങ്ങനെ പച്ചക്കറിയുടെ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് പയറ്, കടല, പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ എടുത്ത് വെക്കണം. അപ്പോൾ അതിനുള്ള പാത്രങ്ങളൊക്കെ നമ്മൾ കഴുകി ഉണക്കി തുടച്ച് വെച്ചിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതൊക്കെ എടുത്ത് വെച്ചു. ഇനി അതിൻ്റെ ഈ ഒരു പാത്രമുണ്ടല്ലോ, ഇതിനകത്ത് എയർ ടൈറ്റ് ആണെന്ന് പറഞ്ഞ് ലിഡൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതൊരു എയർ ടൈറ്റ് പാത്രമല്ല കേട്ടോ. ഒരിക്കൽ കൂടി ഇനി മേടിക്കുകയാണെങ്കിൽ ഈ ഒരു സാധനം ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. അന്നൊക്കെ നല്ലതായിരുന്നു, പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സുഖമില്ലായ്മയാണ്. വലിയ ഒരു എയർ ടൈറ്റ് ഫീലൊന്നും ഇല്ല.
അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ക്യാൻറ്റീനിൽ കടയിൽ പോയിരുന്നില്ലേ, ആ ഒരു സാധനങ്ങളൊക്കെ നമുക്ക് ഇട്ട് വെക്കാം. ഇത് നമുക്കൊരു 1 മാസത്തേക്ക് അല്ലെങ്കിൽ 1.5-2 മാസത്തേക്കൊക്കെ ഉള്ള റേഷൻ ഉണ്ടാവും കേട്ടോ. ഇത് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച്, ഇപ്പം ചിക്കനും മീനൊക്കെ അധികം മേടിക്കുകയാണെങ്കിൽ ഈ പരിപ്പും കടലയൊന്നും അധികം യൂസ് ആവില്ല. അതല്ലെങ്കിൽ ഇപ്പം വെജ് മാത്രമാണ് അധികം കഴിക്കുന്നതെങ്കിൽ പരിപ്പും കടലയൊക്കെ പെട്ടെന്ന് തീരും. അങ്ങനെ എന്നാലും എല്ലാം ഉൾപ്പെടുത്താൻ ശ്രമിക്കും. എല്ലാ ഭക്ഷണവും ഒരേപോലെ എപ്പോഴും കഴിക്കാൻ വേണ്ടി ശ്രമിക്കും. നമ്മുടെ ഉച്ചയൂണിൽ കണ്ടിട്ടില്ലേ, എപ്പോഴും ഒരു ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ മീൽ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട്. അത് തന്നെയാണല്ലോ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഈ പാട്ടകളൊക്കെ നിറച്ച് വെച്ചു. ശമ്പൂട്ടുണ്ടായത് ഇവിടെ കൊണ്ട് തന്നു. ഇത് ഈ പറയുന്നത് പോലെ ഒരു മിലിറ്ററി ക്വാർട്ടേഴ്സാണ്, ഒരു നേവി ക്വാർട്ടറാണ്. അപ്പോൾ പിന്നെ അവിടെ ഉള്ള ഫെസിലിറ്റീസൊക്കെ വളരെ കുറവായിരിക്കും. നമ്മുടെ ഒരു വീടിനും ഇങ്ങനെ ഒരു റാക്കും കാര്യങ്ങളും ഒന്നും ഇല്ല ഈ ഒരു സെക്ഷനിലുള്ളത് കേട്ടോ. വേറെ സെക്ഷനിലൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല, നമുക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു ചെറിയ തടിയുടെ കഷ്ണം ഇങ്ങനെ ഇട്ടിട്ട് കയറൊക്കെ വെച്ചിട്ട് അതിലെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പേപ്പറൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ വെക്കുന്നത്. ഇപ്പോൾ തൽക്കാലം നമുക്കതിനെ പറ്റൂ, കാരണം നമുക്കിവിടെ വേറെ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാനുള്ളൊരു ഓപ്ഷനും കാര്യങ്ങളും ഒന്നുമില്ല. സോ ഉള്ള സ്ഥലത്ത് ഇതെല്ലാം ഒതുക്കി പറക്കി നല്ല അടിപൊളിയായിട്ട് വെക്കാം, പറ്റുന്നത്ര വൃത്തിയായിട്ട് നല്ല രീതിയിൽ വെക്കാം. എന്നാലേ ഇതൊക്കെ കാണുന്നിടത്ത് വെച്ചാലേ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പം എപ്പോഴെങ്കിലും വൃത്തിയാക്കാൻ കയറുമ്പോഴായിരിക്കും അയ്യോ പരിപ്പ് ഇത്ര ഇരിപ്പുണ്ടായിരുന്നു യൂസ് ചെയ്തില്ലല്ലോ എന്ന് ഓർക്കുക. ഇതിപ്പം നമ്മുടെ കണ്ണു മുമ്പിൽ തന്നെ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റി കൊടുക്കാമല്ലോ. ഈ കണ്ണാടി ഇടയ്ക്ക് മിന്നിമാഞ്ഞ് പോകുന്നത് എൻ്റെ മുഖത്തു നിന്ന് അത് ചമ്പട്ടം കൊണ്ട് വെച്ച് തരുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയി കുളിച്ചിട്ട് വന്നു. അപ്പോഴത്തേക്ക് രാത്രിയായി കേട്ടോ, സന്ധ്യയായി. നമുക്കിനി വിളക്കെല്ലാം കൊളുത്തണം. അപ്പം ശമ്പൂട്ടന് ഒരു കുളിക്കാൻ വയ്യ, മഴയാണ്, തണുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊതുവേ പറയലില്ല. അപ്പോൾ ഇന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ടെൻഷൻ, ഇനി വല്ല പനി വരാനുള്ള ലക്ഷണം വല്ലതും ആണോ എന്ന്. അപ്പോൾ അല്ല, അവൻ പനിയൊന്നും വന്നിട്ടില്ല, പക്ഷേ മടി കാരണമാണ്. അപ്പം ഞാനും വിചാരിച്ചു ശരി പിന്നെ ഇന്ന് കുളിക്കണ്ട, കാരണം ഇവിടെ രാവിലെ തൊട്ടേ മഴയാണ്, നല്ലൊരു തണുപ്പാണ്. അവൻ പറയുകയാണ് മണപ്പിച്ച് നോക്കാനൊക്കെ കേട്ടോ. എന്നെ മണത്തിട്ട് നല്ല മണമുണ്ട്, അവനെ മണമില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ കുളിക്കണ്ട, കുഴപ്പമില്ല, വിളക്ക് ഞാൻ കൊളുത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവന് കുളിക്കാൻ വേണം, എന്നാൽ കുളിക്കാനുള്ളൊരു താല്പര്യവും ഇല്ല. ഭയങ്കര മഴയാണ്, എല്ലായിടത്തും ഫുള്ള് വെള്ളവും ചെളിയും അങ്ങനെയൊക്കെയാണ്, ഫുള്ള് പൂപ്പലും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. അപ്പം എന്നാൽ പിന്നെ ഞാൻ വിളക്ക് കൊളുത്തിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ വിളക്ക് കൊളുത്താൻ പോവാണ്. ശമ്പൂട്ടിന് പക്ഷേ പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കും കേട്ടോ, നാമം ജപിക്കും. പിന്നെ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇറച്ചി കൂട്ടിയതുകൊണ്ട്, ചിക്കൻ കൂട്ടിയതുകൊണ്ട് പിന്നെ വിളക്ക് കൊളുത്തണ്ട എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. പക്ഷെ അതിലൊന്നും കാര്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ മുത്തപ്പൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ അവിടെ വിളക്ക് വെക്കുന്നുണ്ട്, അവിടെ ഉണക്കമീനും കാര്യങ്ങളൊക്കെയാണ് പ്രസാദമായിട്ട് വെക്കുക. അതേപോലെ നമ്മുടെ അമ്മോട്ടത്ത് അമ്പലത്തിൽ ദേവിയുടെ ഭദ്രകാളിയുടെ അമ്പലമാണ്, അവിടെ കുരുതി കൊടുക്കുന്നുണ്ട്, അവിടെ ചിക്കനാണ് പ്രസാദമായിട്ട് കിട്ടുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ അക്സെപ്റ്റബിൾ ആവണമെന്നില്ല. പക്ഷേ എൻ്റെ വീട്ടിലെ ഒരു രീതി വെച്ച് നോക്കുവാണെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നമ്മൾ നോൺ വെജ് ഒന്നും കൊടുത്തിട്ട് പൂജാമുറിലൊന്നും കയറില്ല. അതേപോലെ പക്ഷേ കണ്ണൂർ വീട്ടിലെ വെച്ചിട്ടാണെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഭക്ഷണമല്ല ഭക്തിയുടെ ഒരു മാനദണ്ഡം എന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ആയിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ പോകുന്നത്. എനിക്ക് ഏതാണോ കംഫർട്ട് ഞാൻ ചെയ്യും, അവർക്ക് രണ്ടുപേർക്കും ഏതാണോ കംഫർട്ട് അവരങ്ങനെ ചെയ്യും. അങ്ങനെയാണ് കേട്ടോ. അതിലൊരു സന്തോഷം ഞാൻ കണ്ടെത്തുന്നുണ്ട്. എല്ലാവരുടെയും സന്തോഷത്തിനനുസരിച്ച് പോകണ്ടേ നമുക്ക്. പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ വീട്ടിൽ ജാതി മതഭേദമന്യേ എല്ലാ ദൈവങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, എനിക്കെല്ലാം ഒരു സന്തോഷമാണ്. ഓരോന്നിനും ഓരോ പോസിറ്റീവും നെഗറ്റീവും എല്ലാം ഉണ്ടല്ലേ. പക്ഷേ ഈ കൊച്ചിലെ തൊട്ട് തുടങ്ങിയൊരു ശീലമാണ് വിളക്ക് കൊളുത്തിയാൽ കുറച്ച് നേരം ഇരുന്ന് നാമം ജപിക്കുക എന്നുള്ളത്. അത് ഞാൻ ജപിക്കുന്നത് കൊണ്ട് ശമ്പൂട്ടൻ കൂടെ വന്നിരിക്കുന്നു, അപ്പോൾ അവൻ പഠിക്കുന്നു, അങ്ങനെയാണ് കേട്ടോ. അപ്പം എൻ്റെ കുഞ്ഞിലെ തൊട്ട് എൻ്റെ ഉള്ളൊരു ബുക്കാണിത്, നാമം കീർത്തനങ്ങൾ എഴുതിയ ബുക്കാണ്. അപ്പം എനിക്ക് കാണാതെ അറിയാം, പക്ഷേ അവൻ അതിൻ്റെ ഓരോ വരികളിങ്ങനെ പറഞ്ഞാണ് ചൊല്ലുക. അപ്പോൾ എന്നോടും പറയാം അമ്മ ഇങ്ങോട്ട് നോക്ക് ഇവിടെ അല്ലേ എന്ന് ചോദിക്കും. അപ്പം ഞാനും അവനിങ്ങനെ വിരൽ ഓടിച്ച് കൊണ്ടുപോകും. അപ്പം ഞാൻ ഇങ്ങനെ പറയും ഇവിടെയാണെന്ന്. അവൻ ചിലപ്പോൾ വായിക്കാൻ മലയാളം അറിയാത്തത് കൊണ്ട് ഇങ്ങനെ ഓടിച്ചങ്ങ് പോകും. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുക കേട്ടോ. പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ സ്വന്തമായിട്ട് ഹരേ രാമ ഹരേ കൃഷ്ണമൊക്കെ ചൊല്ലും. പിന്നെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, നമ്മളൊന്നും ഇത് കുട്ടികളെ പഠിപ്പിക്കേണ്ട കാര്യമല്ല. ഓട്ടോമാറ്റിക്കലി നമ്മളിത് ഡെയിലി ചെയ്യുവാണെങ്കിൽ അതൊരു റൊട്ടീൻ്റെ ഭാഗമായിട്ട് അവരുടെ അടുത്തേക്ക് ചെന്ന് പെട്ടോളും. ഞാൻ ശമ്പൂട്ടിനെ ഇരുത്തി നാമം ജപിപ്പിക്കുന്നൊന്നുമല്ല കേട്ടോ. ഇതിപ്പോൾ ഒരു രാവിലെ എണീക്കുന്നു, പല്ലേക്കുന്നു, കുളിക്കുന്നു എന്നോ പറഞ്ഞതുപോലെ ഇതൊരു റൊട്ടീനാണ്. സന്ധ്യാസമയങ്ങളിൽ വിളക്ക് കത്തിക്കുക. മാസത്തിലൊരു 10 ദിവസം ഞാൻ വിളക്ക് കൊളുത്താറില്ല, കാരണം പീരീഡ്സും കാര്യങ്ങളൊക്കെ ഉള്ള. അപ്പോൾ അവനോട് പറഞ്ഞാൽ അവന് കാര്യം മനസ്സിലാവും. നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കൊണ്ടേ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓപ്പണായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് ശമ്പൂട്ട അമ്മയ്ക്ക് പീരീഡ്സാണ്, വയറുവേദനയാണ്, മോൻ വിളക്ക് കത്തിച്ചോളൂ എന്ന് പറഞ്ഞാൽ അവൻ ഉറപ്പായിട്ടും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കും. പക്ഷേ അതല്ലെങ്കിൽ അമ്മ ഇന്ന് വിളക്ക് കൊളുത്തിക്കോളാം എന്ന് പറയുകയാണെങ്കിൽ അതും അവന് ഓക്കെയാണ്. അപ്പം അതൊരു ഡിമാൻഡിങ് ചെയ്തിട്ട് നമ്മൾ ചെയ്യിപ്പിക്കുന്ന കാര്യമൊന്നുമല്ല.
അതങ്ങനെ ഒരു റുട്ടീൻ്റെ ഭാഗമായിട്ട് വന്നു പോകുന്നതാണ്. പിന്നെ നാളെ എക്സാമാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് വായിക്കാനുണ്ടായിരുന്നു. അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല, ആൾ നന്നായിട്ട് നോക്കിക്കോളും, നമ്മളൊന്ന് കൂടി ഇരുന്ന് കൊടുത്താൽ മാത്രം മതി. അതേപോലെ അതിന് ശേഷം നമുക്ക് നാളത്തേക്ക് ഒരു കേക്കിൻ്റെ ഓർഡറുണ്ട്, അപ്പോൾ അതിൻ്റെ പണിക്കൊക്കെ പോകണം. പകലെല്ലാം സമയം ഉണ്ടായിരുന്നിട്ടും ചെയ്യാത്ത എന്താണെന്ന് പ്രജി ചോദിക്കും. പക്ഷേ എനിക്കിന്ന് പകൽ മൊത്തം നല്ല തിരക്കായിരുന്നു, വീട് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ വൈകുന്നേരം രാത്രിക്കാണ് ഞാൻ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. കാരണം വൈകുന്നേരം ഇനിയിപ്പോൾ ഡിന്നറിന് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാൻ അടുപ്പത്തോട്ട് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് അവിടെ തന്നെ നിന്ന് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാം. ഇത് ചപ്പാത്തിയെല്ലാം കുക്കായി വരുന്ന സമയത്തിന് നമുക്ക് എന്താവും, കേക്ക് റെഡി ആയിക്കോളും. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുമല്ലോ. അപ്പം ഇതും എനിക്കൊരു എളുപ്പമുള്ള പണി തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇതിനു വേണ്ടി പ്രത്യേക സമയമൊന്നും എടുത്ത് ചെയ്യേണ്ട അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്നൊരു ചോക്ലേറ്റ് കേക്കാണ് 1 kg. അപ്പോൾ അതൊന്ന് അടുപ്പത്തോട്ട് വെച്ചിട്ട് നമുക്ക് ചപ്പാത്തിയുടെ പരിപാടി നോക്കാം. സിമ്പിളായിട്ട് ഉള്ളൊരു ഡിസൈനാണ് ചേച്ചി തന്നിരിക്കുന്നത്. നമുക്ക് കുഞ്ഞിൻ്റെ ഇഷ്ടത്തിന്, അവൻ്റെ മോൻ്റെ അതായത് ബർത്ത്ഡേ ബോയുടെ ഇഷ്ടത്തിനനുസരിച്ചൊരു ഡിസൈൻ തന്നിട്ടുണ്ട്, നമുക്ക് ചെയ്യാം. പക്ഷേ എനിക്കിത് നാളെ ഞാൻ ചെയ്യുന്നുള്ളൂ, നാളെ വൈകിട്ടത്തേക്കാണ്. ഇതിപ്പോൾ ശമ്പൂട്ടനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചപ്പാത്തിയുടെ അവസ്ഥകളൊക്കെ ഇങ്ങനെ ആയത്. എന്നാലും ഞാൻ വേണ്ടെന്ന് പറയില്ല കേട്ടോ. അതിനുശേഷം ബാക്കിയുണ്ടായിരുന്ന ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ കൂട്ടി നമ്മൾ ചപ്പാത്തി കഴിച്ചതിന് ശേഷം നമുക്ക് കിടന്നുറങ്ങണം. ശമ്പൂട്ടനെ ഞാൻ ഉറങ്ങാൻ വിടുകയാണ്. അതിനുശേഷം എനിക്ക് കുറച്ചും കൂടി പണിയുണ്ട്. നമ്മളിന്ന് ഫുഡ് കഴിച്ച പാത്രങ്ങളും കാര്യങ്ങളും, അതായത് ചിക്കൻ്റെ ഇതുള്ള പാത്രങ്ങളും കാര്യങ്ങളെല്ലാം എടുത്ത് കഴുകി വെച്ചിട്ട് ഒന്നും കൂടെ പോയി കുളിച്ച് ഫ്രഷായിട്ട് വന്നു. സന്ധ്യയ്ക്ക് ഞാൻ കുളിച്ചതാണ്, എന്നാലും ചിക്കൻ കഴിച്ചതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ കുളിച്ച് വീട്ടിലെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു. നാളേക്ക് വേണ്ടി വീടൊന്ന് ഒരുക്കി വെക്കാം എന്ന് കരുതി. നാളെ നമുക്ക് നവരാത്രി വ്രതം തുടങ്ങുമല്ലേ. അപ്പോൾ ഇന്ന് തൊട്ട് അതായത് ഇപ്പോൾ തൊട്ടൊരു ഫ്രഷ് മോഡിലേക്ക് ഞാൻ വന്നു കേട്ടോ. അപ്പോൾ ഫുള്ള് വീടൊക്കെ ഒന്നും കൂടെ അടിച്ചു വാരി തുടച്ചിടുകയാണ്. രാവിലെ ഒന്നും കൂടി ഇതൊക്കെ ചെയ്യും. അപ്പോൾ ഇപ്പം നമ്മൾ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചല്ലേ, അതുകൊണ്ട് ബെഡ്ഷീറ്റും ചേഞ്ച് ചെയ്തു. ബെഡ്ഷീറ്റ് ആകെ ഇന്നലെ ഇട്ടതേ ഉള്ളൂ, 2 ദിവസമേ ആയുള്ളൂ, എന്നാലും ഞാനതൊക്കെ ചേഞ്ച് ചെയ്തു. അതേപോലെ വീട് എല്ലായിടും അടിച്ചു വാരി തുടച്ച് വിളക്കെല്ലാം തേച്ച് കഴുകി കമത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയൊന്നുമില്ല, ഇവിടെ നല്ല പെരും മഴയാണ്. അടിപൊളിയായിട്ട് നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങി നാളെ നമുക്ക് നവരാത്രിനെ വരവേക്കാം. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ എന്തായാലും പറയുക. താങ്ക് യു.